നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു രാത്രികാലം നമ്മളെ വിട്ട് കടന്നുപോയി അനേക ശ്രേഷ്ഠന്മാരും ജ്ഞാനികളും ഉന്നതന്മാരുമൊക്കെ ഈ പ്രഭാതം കാണാതെ ഈ ഭൂമിയുടെ വരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ആ സ്വർഗീയ നല്ല പിതാവിന്റെ കരുണ കൊണ്ട് ഒരു പ്രഭാതം കൂടി കാണുവാൻ നമുക്ക് അവിടുന്ന് സാവകാശം നൽകി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിസ്തുല്യമായ സ്നേഹം സകല ജനങ്ങളോടും പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഇടയാകണം. ഈ സന്ദേശം സകല മനുഷ്യനും ആവശ്യമായ സന്ദേശമാണ്. ഇത് രോഗികളെ സൗഖ്യമാക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഇത് പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. ഇത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന സന്ദേശമാണ് ഈ സുവിശേഷം. ഇത് മത പരിവർത്തനത്തിന്റെ സന്ദേശമല്ല, ഇതൊരു മതം മാറ്റത്തിന്റെ സന്ദേശമല്ല. പിന്നെയോ ഇത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുവാൻ തക്കവണ്ണമിടയാകുന്ന സന്ദേശമാണ് സുവിശേഷം. ഈ ഭൂമിയുടെ പരപ്പിലുള്ള സകല മനുഷ്യവർഗത്തിനും ആവശ്യമായ സന്ദേശമാണ് സുവിശേഷം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് അപ്പുറം നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച അവതാരമാണ് ക്രിസ്തു യേശു. സകല മനുഷ്യനെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവനായ നസ്രയനായ യേശു സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. കന്യാഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നും അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടുമെന്നും അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുമെന്നും തിരുവെഴുത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ തിരുവെഴുത്ത് ഇന്നലെയോ 1000 വർഷങ്ങൾക്ക് മുമ്പെയോ എഴുതിയതല്ല. 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം എഴുതിയ ഈ തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണമിടയാകുന്നു. അത് മാത്രമല്ല, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പേ യേശു ജനിക്കുമെന്നും അവൻ ഈ ഭൂമിയെ നീതിയോടെ ന്യായം വിധിക്കുമെന്നും ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നുവെന്നും വേദപുസ്തകത്തിൽ പ്രവചിച്ച ഒരു പ്രവാചകനായ മനുഷ്യനുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞു. കന്യാഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. 750 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യേശു ഈ ഭൂമിയിൽ ജനിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. മനുഷ്യന്റെ കഴിവുകൊണ്ടോ ശാസ്ത്രത്തിന്റെ തെളിവ് കൊണ്ടോ മെഡിക്കൽ സയൻസിന്റെ കരുത്തുകൊണ്ടോ അല്ല യേശു ഇവിടെ ജനിച്ചത്. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപത്തിൽ ജനിക്കാത്തവനായ കർത്താവ് സകല മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ തക്കവണ്ണം സ്വന്തം പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി തരുവാൻ ഇടയായതിന്റെ കാരണം ലോകത്തെ അവൻ സ്നേഹിച്ചതുകൊണ്ടാണ്. അത് മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തെയും സ്നേഹിച്ചതുകൊണ്ടാണ് സ്വന്തം പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നത്. പ്രിയരെ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഈ സന്ദേശം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീരണം. സകല മനുഷ്യനെയും അതേ സത്യം അറിയിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരുന്ന സന്ദേശമാണ് സത്യസുവിശേഷം. ഇത് കുഞ്ഞാടിനെ കൊലയാളിയെ കുഞ്ഞാടാക്കുന്ന സന്ദേശമാണ്. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന സന്ദേശമാണ് സത്യസുവിശേഷം. ലോകത്തിലൊക്കെയും ഈ സന്ദേശം എത്തിക്കഴിയുമ്പോൾ കർത്താവിന്റെ വരവ് ആകുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇത് ലോകം മുഴുവനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാലതാമസമില്ലാതെ
കർത്താവിന്റെ വരവ് ഈ ഭൂമിയിൽ സംഭവിക്കും. മേഘാരൂഢനായി കോടാനുകൂടി ദൂതഗണങ്ങളുടെ അകമ്പടിയോട് കർത്താവ് ഈ ഭൂമിയിൽ വീണ്ടും വരുമെന്ന് അവൻ തന്റെ ജനത്തോട് പറയുവാൻ ഇടയായി തീർന്നു. അവൻ പോയതുപോലെ മടങ്ങി വരും. അത് മാത്രമല്ല, യേശുക്രിസ്തു ജനിക്കുമെന്നും യേശുക്രിസ്തു മരിക്കുമെന്നും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നും സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ അതൊക്കെ നിവർത്തീകരിക്കുവാൻ ഇടയായെങ്കിൽ കർത്താവ് പോയതുപോലെ മടങ്ങി വരുമെന്നവൻ തന്റെ ജനത്തോട് പറഞ്ഞെങ്കിൽ അവൻ പോയതുപോലെ മടങ്ങി വരിക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. അതിനെ തടയുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ നമ്മുടെ ഭരണകൂടത്തിനോ ലോകരാഷ്ട്രങ്ങൾക്കോ മനുഷ്യ വർഗത്തിനോ സാധ്യമല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അവൻ പോയതുപോലെ അവൻ മടങ്ങി വരും. അവൻ ഇവിടെ വന്നത് പാവികളെ തേടിയായിരുന്നു. അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിത്തന്ന് ജീവനുള്ള മനുഷ്യനാക്കി തീർത്ത മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. സകല മനുഷ്യനും സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി പാപത്തിലേക്ക് മനുഷ്യൻ വഴുതി വീഴുമ്പോൾ അവരെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ലായിരുന്നു. ഇരുളിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ഈ മണ്ണിലേക്ക് പിറന്നു വീണു. 33 തിരുവയസ് വരെ ഈ ഭൂമിയിൽ മനുഷ്യനോടുകൂടെ വസിച്ചു വാസം ചെയ്തു, ഭക്ഷിച്ചു, പാനം ചെയ്തു, സ്നേഹങ്ങളെ പങ്കിട്ടു, സത്യസുവിശേഷങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ട് പോലും മനുഷ്യൻ അവന്റെ ആ സ്നേഹത്തെ അറിയുവാൻ ഇടയായി തീർന്നില്ല. അതേ ചെയ്ത 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ അവൻ സ്നാനമേൽക്കുവാൻ കടന്നു ചെന്നപ്പോൾ യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന യേശുക്രിസ്തു, ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് വെളിപ്പാട് കിട്ടിയവനായ യോഹന്നാൻ വിളിച്ചു പറയുവാൻ ഇടയായെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, അവൻ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, ലോകത്തിലുള്ള മനുഷ്യനെ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപത്തെ മോചിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നെങ്കിൽ അവനെ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അതെ, റോമ പടയാളികളുടെ കയ്യിൽ അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതേ സ്വത്രം കോടതികളിലൊക്കെ കൊണ്ടവനെ വിസ്താരം നടത്തിയപ്പോഴും ഇവനിൽ കുറ്റമില്ലെന്ന് തെളിഞ്ഞിട്ടും അവനെ വിട്ടയക്കുവാൻ അവർ സമ്മതിച്ചില്ല. അതെ, റോമ ഗവൺമെന്റ് സമ്മതിച്ചെങ്കിലും മനുഷ്യവർഗം ആക്രോശിച്ച് വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. അത്ഭുതം കണ്ടവരും അപ്പം തിന്നവരും അതേ അടയാളങ്ങൾ കണ്ടവരും ഒക്കെ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ, പാപം ചെയ്യാത്തവനെ, പാപം അറിയാത്തവനെ മനുഷ്യവർഗം ക്രൂശിക്കുവാൻ ഇടയായെങ്കിൽ, അതെ, നിന്നെയും ക്രൂശിക്കുവാൻ തക്കവണ്ണം, നിന്നെയും ഒറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം, നിന്നെയും മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തക്കവണ്ണം മനുഷ്യ സമൂഹം അതെ പരിശ്രമിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സ്നേഹിതരെ, യേശു വരുവാൻ പോകുന്ന സന്ദേശം സകല മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. സകല വംശങ്ങളും സകല ഭാഷക്കാരും സകല ഗോത്രങ്ങളും അറിഞ്ഞിരിക്കേണ്ട സന്ദേശമാണ്. യേശു പോയതുപോലെ മടങ്ങി വരും. അവൻ പോയതുപോലെ മടങ്ങി വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മേഘാരൂഢനായി അവൻ വരുമ്പോൾ, മനുഷ്യ, നിനക്ക് അവന്റെ സ്നേഹം അറിയുവാൻ കഴിയുമോ? അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം മനുഷ്യന് സാധ്യമാകുമോ? പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്നേഹമാഴമേറിയ സ്നേഹമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും തരുവാൻ കഴിയാത്ത അളവറ്റ സ്നേഹമാണ്. പെറ്റമ്മ മറന്നുപോയാലും മറക്കാത്തവനായ യേശു ക്രിസ്തു അവൻ പോയതുപോലെ മടങ്ങി വന്ന് തന്റെ ജനത്തെ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അതെ സ്നേഹിത, റോമ പടയാളികൾ ചാട്ടവാർ കൊണ്ടടിച്ചു.
അവന്റെ ശരീരഭാഗങ്ങളൊക്കെയും ഉഴവിയാലികൾ പോലെ കീറി മുറിച്ചു. അതെ, മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു. അതെ, റോമ ഗവൺമെന്റിന്റെ നാണയത്തൊട്ടുകൊണ്ട് അവന്റെ ഓരോ രോമങ്ങളും പിഴുതെടുത്തിട്ട് പോലും എന്റെ യേശു രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായി നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, അതേ സ്തോത്രം, ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമായിരുന്നു. രക്തം ചിന്തിയിട്ടല്ലാതെ മോചനമില്ലായിരുന്നു പഴയ നിയമകാലം. എന്നാൽ കാളയെയും അതേ സ്തോത്രം പക്ഷികളെയും അറുത്ത് അതിന്റെ രക്തം കൊണ്ട് നമുക്ക് മോചനം ലഭിക്കുമായിരുന്നു. എന്നാൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നവനായ കർത്താവ് ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ട് അവസാന തുള്ളി രക്തവും അവനെ ഹല്ലേലൂയ ഒഴുക്കി തരുവാൻ ഇടയായി തീർന്നത് താങ്കൾ മറന്നു പോകല്ല സ്നേഹിത. അതേ സ്നേഹിതരെ, അവൻ അവസാന തുള്ളി രക്തവും ഒഴുക്കി തന്നു. അവൻ ഈ ശിക്ഷയൊക്കെയും അവൻ ഏറ്റുവാങ്ങി ക്രൂശിക്കപ്പെടുത്തുവാൻ തക്കവണ്ണം ഗോൽഗോഥായുടെ ഇരുമാറിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ ഉൾക്കിരീടം തറച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം വീണും എഴുന്നേറ്റും മലമുകളിലേക്ക് കയറുവാൻ കഴിയാതെ വന്നപ്പോഴും ചാട്ടവാറ് കൊണ്ടുള്ള അടി നിർത്തിയിട്ടില്ലായിരുന്നു. എന്തിനാണ് ഈ പങ്കപ്പാടുകൾ സഹിച്ചത്? മനുഷ്യ, നീ അതറിഞ്ഞിരിക്കണം. നീ ഏത് ഗോത്രത്തിൽ പറഞ്ഞവനായാലും, നീ ഏത് ഭാഷക്കാരനായാലും, ഈ സത്യം നീ അറിയാതെ പോകരുത്. സത്യം നീ അറിയാതെ പോയാൽ പാപത്തിന്റെ വഴിയിലേക്ക് നീ വീണു പോകും. അതാണ് സത്യം. പാപം നിന്നെ ഇരുളിലേക്ക് തള്ളിവിടും. ഇരുള് നിന്നെ യാതനാ സ്ഥലത്തേക്ക് ഹല്ലേലൂയ തള്ളിക്കളയും. കല്ലുകടിയും കരച്ചിലും മാത്രമുള്ള ഒരു സ്ഥലമാണ് അതേ യാതനാ സ്ഥലം, ഇരുളിന്റെ സ്ഥലം. മനുഷ്യ, കാൽവറിയിൽ അതേ പച്ച പൈൻമരം കൊണ്ടുള്ള കുരിശിൽ ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും അതേ യേശു കർത്താവ് മലമുകളിലേക്ക് കയറി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കൊണ്ടുവച്ച് കാലിലും പാണികളാൽ അവന്റെ കാലും കൈയും തറച്ചപ്പോഴും അവന്റെ ബോധം നഷ്ടപ്പെടാതെ അവൻ ക്രൂശിൽ കടന്ന് പിടഞ്ഞു മരിക്കാൻ നേരം അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തും ഇവർ അറിയാതെയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിൽ അവന്റെ പ്രാണനെ വിട്ട് കൊടുത്തിട്ട് അവൻ തോളിനുള്ളിൽ തലചായ്ക്കുവാൻ കൊണ്ടമിടയായി. അതേ, അരിമത്തയിലെ യോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്യുവാൻ ഇടയായി തീർന്നു. ആരാണ് അരിമത്തയിലെ യോസഫ്? റോമ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ചെന്ന് ഈ ശവശരീരം ഏറ്റുവാങ്ങി അതേ ശീലകൾ ചുറ്റി സുഗന്ധവർഗങ്ങൾ തളിച്ച് ആരെയും അടക്കിയിട്ടില്ലാത്ത പാറയിൽ വിട്ടിയ കല്ലറയിൽ അവൻ അടക്കം ചെയ്യുവാൻ കൊണ്ടമിടയായി തീർന്നു. റോമ ഗവൺമെന്റിന്റെ മന്ത്രിക്ക് അത്രമാത്രമേ ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. റോമ പടയാളികളെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്തി. റോമ ഗവൺമെന്റിന്റെ മുദ്ര കല്ലറയിൽ പതിച്ചു. ആർക്കും ആ സ്ഥലത്തുകൂടി നടന്നു പോകാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. 34 പടയാളികളെ ഒരു യേശുവിന്റെ ശരീരത്തിന് വേണ്ടി കാവൽ നിർത്തിയെങ്കിൽ പ്രിയ സ്നേഹിത, ഒരു മനുഷ്യവർഗത്തിനും അതിലൂടെ കടന്നു പോകുവാൻ കഴിയുകയില്ലായിരുന്നു. മന്ത്രിയാണെന്ന് പറഞ്ഞ യോസഫിന് പോലും അവിടെ ചെല്ലുവാൻ സാധ്യമല്ലായിരുന്നു. പ്രിയ സ്നേഹിതരെ, എന്നാൽ ആർക്കും ചെല്ലുവാൻ കഴിയാത്തടത്ത്, ആർക്കും ചെന്ന് കാണുവാൻ കഴിയാത്തടത്ത് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചവൻ പുറത്തു വന്ന് ലോകത്തോട് ഇങ്ങനെ അവൻ വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. തന്റെ ശിഷ്യഗണങ്ങളോട് അവൻ അരുളി ചെയ്തിട്ട് അതേ സ്തോത്രം, അവൻ തന്റെ ശിഷ്യഗണങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ 40 ദിവസം ഈ ഭൂമിയുടെ വരപ്പിൽ അവൻ സഞ്ചരിക്കുവാൻ തക്കവണ്ണം അവിടെയായി തീർന്നു. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഉടനെ അവൻ സ്വർഗത്തിലേക്ക് അവൻ പോയില്ല. അവൻ ഈ ഭൂമിയിൽ തന്നെ 40 ദിവസം അതേ അവൻ സഞ്ചരിക്കുവാൻ തക്കവണ്ണം അവിടെയായി തീർന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ലോകത്തിന്റെ പാപത്തെ ചുമന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് അവൻ ഇങ്ങനെ പിന്നെയും പാലസ്തീന്റെ മണ്ണിൽ അവന്റെ ഉള്ളംകാൽ ചവിട്ടിക്കൊണ്ടവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള നിത്യ സന്ദേശം അവൻ ലോകത്തിന് അവൻ കൈമാറി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ,
യേശു വരുവാൻ പോവുകയാ. അവൻ ലോകത്തോട് അതേ സ്തോത്രം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. അത് പറഞ്ഞെങ്കിൽ അത് സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പങ്കപ്പാടുകൾ സഹിച്ചത്, കഷ്ടതയേറ്റത്, കാലിനും പാടികളാൽ തറയ്ക്കപ്പെട്ടത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാവങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം കാൽവരിയിൽ അവൻ അവസാന തുള്ളി രക്തവും ഊറ്റി തന്നവൻ അവൻ മാത്രമേ ഉള്ളൂ. പ്രിയ സ്നേഹിതരെ, അവൻ മരിച്ചിട്ടും അതെ അവൻ ഉയർത്തെഴുന്നേൽക്കാതിരുന്നില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് അതെ അവൻ ദേശത്ത് അതെ തന്റെ ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ കൊണ്ടമിടയായി തീർന്നു. ആ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ ലോകത്തിലുള്ള മനുഷ്യനെയല്ല, ലോകത്തിലുള്ള സേത്തന്മാരെയല്ല, ചക്രവർത്തിമാരെയോ രാജാക്കന്മാരെയോ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശുവിനെ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരമായി തകർക്കപ്പെട്ടെങ്കിൽ പ്രിയ സ്നേഹിത, അവൻ പോയതുപോലെ വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നിന്ന് ചേർക്കുവാൻ തക്കവണ്ണം അവൻ മടങ്ങി വരും. അവന്റെ ശിഷ്യന്മാരോട് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ അറ്റത്തോളം ഈ സത്യസുവിശേഷം വിളംബരം ചെയ്യുക. അതേ ചെയ്യുക. അതുകൊണ്ടാണ് ഈ തെരുവുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എന്റെ യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, അവനെ പോലെ ശ്രേഷ്ഠൻ ആരുമില്ല, അവനെ പോലെ ഉന്നതൻ ആരുമില്ല. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. അതുകൊണ്ട് വേദപുസ്തകം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമത്രേ. അതിന് മാത്രമേ ഈ ലോകത്തിൽ പ്രസക്തിയുള്ളൂ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കരുത്തുള്ള നാമം, രോഗികളെ സൗഖ്യമാക്കുവാൻ കരുത്തുള്ള നാമം, പിന്മാറ്റക്കാരെ മടക്കി വരുത്തുവാൻ കരുത്തുള്ള നാമം, നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുവാൻ കരുത്തുള്ള നാമം, പ്രിയ സ്നേഹിത കൊലയാളിയെ കുഞ്ഞാടാക്കി തീർക്കുവാൻ കരുത്തുള്ള നാമം. ഈ നാമം മാത്രമേ ഉള്ളൂ, വേറൊരു നാമവുമില്ല. ഏത് നേർച്ച കാഴ്ചകൾ കഴിച്ചാലും, ഏത് മല കയറിയാലും, കുന്നു കയറിയാലും, ഏത് കുരിശു ചുമന്നാലും പ്രിയ സ്നേഹിത യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. അവനിൽ മാത്രമേ ഉള്ളൂ സമാധാനം. ലോകത്തിന്റെ സമാധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് സമാധാനമുള്ളത്? ഈ ലോകത്തിൽ എവിടെ തിരിഞ്ഞാലും ഇന്ന് സമാധാനമില്ല. ഒരു ഭവനത്തിന് സമാധാനമില്ല, ഒരു ഭവനത്തിന് സന്തോഷമില്ല. മനുഷ്യൻ ശോഷണീയരും ദ്രവ്യാഗ്രഹികളുമായി തീർന്നു, മനുഷ്യൻ വൻപു പറയുന്നവരായി തീർന്നു. അതുകൊണ്ട് സമാധാനം മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയി. പ്രിയ സ്നേഹിതരെ, ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരും. അന്നാളിൽ അഹങ്കാരികളൊക്കെയും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വേരും കൊമ്പ് ശേഷിക്കാതെ വണ്ണം അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ അത് വരുവാൻ പോകുന്നു. ചൂള പോലെ കത്തുന്ന ദിവസം എന്നും ഇങ്ങനെ ഈ ഭൂമി നിൽക്കത്തില്ല. നമുക്ക് ഈ ഭൂമി യോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. അത് വയലിന്റെ പൂപോലെ അത് പൂക്കുന്നു, അതിന് സൗന്ദര്യം വെക്കുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിന്റെ ചൂട് തട്ടുമ്പോൾ അത് കരിഞ്ഞു പോകുന്ന അത്രയുള്ളൂ മനുഷ്യ നിന്റെ ജീവിതം. ഈ ഭൂമിയിലെ നീ ഏത് ഉന്നതനായാലും, നീ എത്ര ധനാഠ്യനായാലും, നീ കല്ലിശ്ശേരി പട്ടണം മുഴുവനും പിടിച്ചടക്കിയാലും അല്പനിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ നിന്റെ ജീവിതം. ഏറിയാൽ 70 അല്ലെ 80 വയസ്സ് അല്ലെ 100 വയസ്സ് വരെ ആയിക്കൊള്ളട്ടെ. അത് കഴിഞ്ഞ് ജീവിതമില്ല മനുഷ്യ. അത് കഴിയുമ്പോൾ ഇവിടം വിട്ട് നീ പോകണം. പോയേ മതിയാകത്തുള്ളൂ. നിന്റെ പണത്തിനോ, നിന്റെ സമ്പത്ത് കൊണ്ടോ, നിന്റെ ശ്രേഷ്ഠത കൊണ്ടോ, നിന്റെ വെള്ളിയോ പൊന്നിനെ കൊണ്ടോ നിന്റെ പ്രാണനെ മടക്കി മേടിക്കുവാൻ നിനക്ക് സാധ്യമല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യയിലേക്ക് തള്ളിയിടുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുമോ? എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, താങ്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്, ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരുണ്ടാകുമോ എന്ന്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയാണ് വിശ്രമിക്കുന്നത് താങ്കൾ അറിയണം. താങ്കൾ എവിടെ പിറന്നവനായാലും, ഏത് ഗോത്രക്കാരനായാലും, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് വിശ്രമിക്കുന്ന ഒരു ഇടമുണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ? നിത്യതയുണ്ട്, അതെ നരകമുണ്ട്. ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണത്. ഈ ഭൂമിയിൽ നരകവും സ്വർഗവും ഇല്ല. ചെയ്ത
മരിച്ച് അടക്കപ്പെട്ട് കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന സ്ഥലമാണ് ഒന്നിയിൽ നിത്യത, അല്ലെങ്കിൽ നരകം. എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേര് രേഖപ്പെടുത്തുവാനിടയായിട്ടുണ്ടോ? ഉറപ്പുവരുത്തണം. ഈ ഭൂമിയിൽ നിന്ന് നീ മാറ്റപ്പെട്ടു പോകുന്നതിന് മുമ്പേ ഉറപ്പുള്ളവനായി തീരണം. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ആത്മാവിന് എവിടെയാണ് വിശ്രമിക്കുന്ന ഒരു വിശ്രമ സ്ഥലമുണ്ട്. ആ വിശ്രമ സ്ഥലത്ത് എനിക്ക് ചെല്ലുവാൻ കഴിയുമോ? ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്തുവാൻ കഴിയുമോ? അല്ല എങ്കിൽ എന്റെ കാലടികൾ തെറ്റിപ്പോകും, എന്റെ മനസ്സ് ക്ഷീണിച്ചു പോകും. കെടാത്ത തീയും ചാകാത്ത മുഴുവുമുള്ള യാതന സ്ഥലം, ഗന്ധകം കത്തുന്ന തീപ്പൊയ്യ അതേ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമുക്കവിടെ അത് കാണുവാൻ കഴിയും. ലാസറിന്റെയും നരവാന്റെയും കഥയെ കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ നമുക്കതറിയുവാൻ കഴിയും. യാതനാ സ്ഥലമുണ്ടെന്നുള്ളത്. മനുഷ്യ മടങ്ങി വരണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം തമ്പുരാൻ ഇത് കണ്ട് അതെ ദുഃഖിക്കുകയാ. മനുഷ്യ, നിനക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? ചൂള പോലെ കത്തുന്ന നാൾ വരുന്നതിന് മുമ്പേ യേശുവിനെ നിനക്ക് രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിയുമോ? ഈ ലോകത്തിൽ നിനക്ക് എവിടെ പോയാലും സമാധാനം ലഭ്യമായി കിട്ടുകയില്ല. ഈ ലോകത്തിൽ എവിടെ പോയാലും രക്ഷ നിനക്ക് നേടുവാൻ സാധ്യമല്ല. വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന്. പിന്നെ ഇവിടുന്ന് നേടാനാ? നമ്മുടെ ജീവിതകാലം ഇത്രയുമായിട്ട് നമുക്ക് പലയിടത്തും നമ്മൾ പോയി രക്ഷയ്ക്ക് വേണ്ടി പല നേർച്ച കാഴ്ചകളും നമ്മൾ കഴിച്ചു, സമാധാനത്തിന് വേണ്ടി. പ്രിയ സ്നേഹിതരെ, ഈ ശബ്ദവരിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷയും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? അതെ, യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. അവനാണ് മരിച്ചവിടെ നിന്നും 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുവാൻ ഇടയായി തീർന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് ഈ സത്യ സന്ദേശം നമ്മളെ അറിയിപ്പിക്കുമ്പോൾ നമ്മളത് അറിയാതെ പോകല്ലേ. നമ്മുടെ കണ്ണിനെ കുരുട്ടാക്കി വെച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. ദേശത്ത് വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീ അറിയാതെ പോയി കഴിഞ്ഞാൽ പാപത്തിന്റെ കരങ്ങളിൽ നീ വീണുപോകും. ഇരുളിലേക്ക് നിന്നെ വലിച്ചെറിയുന്ന ഒരു ദിവസമുണ്ട്. അതേ സ്നേഹിത, ഇവിടെ ജീവിച്ചിട്ട് ഇവിടെ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ സമ്പത്തുള്ളവരായി ജീവിച്ചിട്ട് നീ മരിച്ചു പോയാൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ വീണാൽ എന്ത് പ്രയോജനമാണ്? ഈ ഭൂമിയിൽ കാണുന്നതൊന്നും നിനക്ക് യോഗ്യമല്ലാതെയാകും. ഇതൊന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയത്തില്ല സ്നേഹിത. അവൻ വിളിക്കുമ്പോൾ ഇവിടുന്ന് പോയേ മതിയാകത്തുള്ളൂ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മൂടാ, ഇന്ന് നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ നിനക്ക് തരാതിരിക്കുവാൻ കഴിയുമോ? പ്രിയ സുഹൃത്തേ, നിന്റെ പണം കൊണ്ട് നിനക്ക് നിത്യത കൈവശമാക്കുവാൻ സാധ്യമല്ല. നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ ശ്രേഷ്ഠത കൊണ്ടും നിത്യത നിനക്ക് കൈവശമാക്കുവാൻ കഴിയുകയില്ല. വേദപുസ്തകം പറയുന്നു, അതെ, അവന്റെ കൽപ്പന പ്രമാണിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് മാത്രമേ നിത്യത കൈവശമാക്കുവാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് സത്യമാണ്. ഏത് ഉന്നതനായാലും അതെ ഏത് പ്രവൃത്തിയുള്ളവനായാലും നിത്യത നിന്നെ പണം കൊടുത്ത് വാങ്ങുവാൻ സാധ്യമല്ല. അവന്റെ കൽപ്പന പ്രമാണിക്കണം. സ്ഥാനപ്പെട്ട് വേർപെട്ട ജനത്തോടുകൂടെ പോയി ആരാധിച്ച് അതെ നീതിയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് മാത്രമേ നിത്യത ലഭ്യമാകത്തുള്ളെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ പണം കൊണ്ട് നമുക്കിത് വാങ്ങുവാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ചിലർ ചിന്തിക്കും പണം കൊടുത്താൽ എന്തും സാധിക്കാമെന്നില്ല സ്നേഹിത. പണം എന്റെ യേശുവിന് വേണ്ട. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അഗ്നിയാനിക്കൊട്ട കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ചുറ്റുമഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമുള്ളവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ആകാശത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നവൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അതാതിന്റെ സ്ഥാനത്ത് ലക്ഷ്യം തെറ്റാതെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കർത്താവ് പറയുന്നു, ഇതിനെയൊക്കെ ഞാൻ ഇളക്കുവാനിടയായി തീരുമെന്ന്. മനുഷ്യ, നിന്റെ ആയുസ് പുല്ലുപോലെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് നിന്റെ ആയുസിന് ശ്രേഷ്ഠത ഒന്നുമില്ല. അല്പസമയത്തെ ജീവിതത്തിന് വേണ്ടി നീ കാണിക്കുന്ന അതേ തന്ത്രപ്പാടുകൾ എത്ര വലുതാണെന്ന് അറിയാമോ? നീ മടങ്ങി വരണം. യേശുവിന്റെ സ്നേഹം, ആഴമേറിയ സ്നേഹം നീ അറിയണം. സമാധാനത്തിന്റെ സന്ദേശം നീ കൈക്കൊള്ളണം. അതാണ് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ഈ ഭൂമി നമുക്ക് യോഗ്യമല്ല പ്രിയപ്പെട്ടവരെ. നോഗയുടെ കാലത്തെപ്പോഴുള്ള കാലം ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നു. എന്താണ് നോഗയുടെ കാലം? അതെ, ജലപ്രളയത്താൽ മനുഷ്യനെ കൊന്നൊടുക്കുവാൻ ഇടയായി തീർന്നു. മനുഷ്യനെ മാത്രമല്ല, ഈ ഭൂമിയെ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും അതെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. എന്നാൽ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, മനുഷ്യനെ ഓർത്തും ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സകലതിനെയും ഓർത്തും തമ്പുരാൻ വ്യാകുലപ്പെടുവാൻ ഇടയായി തീർന്നു. അതേ സേവിത എന്താണ്? പാപം ചെയ്ത് പാപത്തിലേക്ക് മനുഷ്യൻ അതെ വീണുപോയിരിക്കുന്നു. അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ആരെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് നോഗയോട് പറഞ്ഞു, പെട്ടകം തീർക്കുക. നോഗ പെട്ടകം തീർക്കുവാൻ തക്കവണ്ണം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അതേ സേവിതരെ, നോഗ പെട്ടകത്തിന് വേണ്ടിയുള്ള വഴികളെല്ലാം കണ്ടുപിടിച്ചു. ദൈവമായ കർത്താവ് നോഗയോട് സംസാരിച്ചു, പെട്ടകമുണ്ടാക്കുക. അതിന്റെ അളവുകളും എല്ലാം പറഞ്ഞു കൊടുത്ത് ലോകപെട്ടകം പണിയുവാൻ തുടങ്ങിയപ്പോൾ ദേശത്തോട് സുവിശേഷം അറിയിച്ചു. ദേശമെല്ലാം പറഞ്ഞ് ഈ മനുഷ്യന് എന്ത് സംഭവിച്ചു? മഴ പെയ്യാത്ത കാലം, വെള്ളം പൊങ്ങാത്ത കാലം എവിടെയാണ് നശിച്ചു പോകുവാൻ പോകുന്നത്? ഈ മനുഷ്യൻ പെട്ടകം തീർക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നീതി പ്രസംഗിയായ നോഗയെ മാത്രമേ ദൈവം കണ്ടുള്ളായിരുന്നു. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം ലോകത്തെ സംഭവിക്കുമ്പോൾ അവിടുള്ള ഭക്തന്മാരെ സകലതും തമ്പുരാൻ അറിയിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് നോഹയോട് പറഞ്ഞത്, പെട്ടകം തീർത്തുകൊള്ളുക നോഹി. പെട്ടകത്തിന്റെ വാതിലെല്ലാം തുറന്നിട്ടു. ആരെങ്കിലും അത് കയറുന്നെങ്കിൽ രക്ഷ പ്രാപിക്കേണ്ട പെട്ടകത്തിൽ ആർക്കും കയറുവാൻ കഴിഞ്ഞില്ല. നാൽക്കാലികളും ഇഴജന്തുക്കളും മൃഗജാതങ്ങളും പറവയാദികളും ഒക്കെ ഈ 2-3 ഒക്കെ ആയിട്ട് പെട്ടകത്തിൽ വന്ന് കയറി. അതിന് മാത്രമേ കയറുവാൻ കഴിഞ്ഞുള്ളൂ. പെട്ടകത്തിന്റെ വാതിലടച്ചു. 40 പകലും 40 രാവും തോരാത്ത മഴ പെയ്യുവാൻ ഇടയായി ചേർന്നു. പർവ്വതങ്ങളും കുന്നുകളും അതേ വെള്ളപ്പൊക്കത്താൽ നശിച്ചു ഇടയായി. മനുഷ്യ, നിന്നെ മാത്രമല്ല ദൈവം നശിപ്പിക്കുന്നത് ഓർത്തുകൊള്ളുക. അവൻ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും അവൻ നശിപ്പിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞു, ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ സകലതും ഉണ്ടായി. എന്നാൽ അതിനെ വാഴുവാൻ തക്കവണ്ണം മനുഷ്യനെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി ചേർന്നു. നിലത്തിലെ പൊടിയെടുത്ത് കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രം മെടയുന്നത് പോലെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതിക്കൊടുത്ത മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോകുവാൻ ഇടയായി. മനുഷ്യ, സകല മനുഷ്യരും സ്വസ്നേഹിതരായി തീർന്നു. സകല മനുഷ്യരും വൻപ് പറയുന്നവരായി തീർന്നു. സകല മനുഷ്യരും പാപത്തിലേക്ക് വീണുപോയി. ഇതിൽ അവരെ മൂടിക്കളി കഴിഞ്ഞു. അവർക്ക് രക്ഷ നേടുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിക്കപ്പെട്ടെങ്കിൽ 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയുടെ വരപ്പിൽ യേശു കർത്താവ് ജീവിക്കുവാൻ ഇടയായി ചേർന്ന ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമല്ലയോ പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തു ലോകത്തെ നിർമ്മിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ആകാശത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഈ ഭൂമിയിൽ ജനിച്ചെന്ന് പറയുമ്പോൾ ലോകത്തിൽ വലിയ അത്ഭുതമല്ലയോ? സകല മനുഷ്യനെയും അതേ പാപത്തിന്റെ മോചനത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യേശു കാൽവറിയിൽ അവസാനമുള്ള രക്തവും ഊറ്റിത്തരുവാൻ ഇടയായി തീർന്നു. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ തകർക്കപ്പെട്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക, എനിക്ക് വേണ്ടി ഒരുവൻ പങ്കപ്പാടുകൾ സഹിച്ചു, എനിക്ക് വേണ്ടി ഒരുവൻ കഷ്ടതയേറ്റു. മനുഷ്യ, അല്പസമയത്തെ ഈ ചെറിയ ആയുസ് കൊണ്ടുള്ള ജീവിതം നീ പാഴാക്കി കളയരുത്. യേശു വരുമ്പോൾ അവന്റെ ഹല്ലേലൂയ, അവന്റെ വരവിങ്കൽ നീ കൈവിടപ്പെട്ടു പോകരുത്. കൈവിടപ്പെട്ടു പോയാൽ ഭയാനകരമായ ജീവിതം പിന്നെ ഈ ഭൂമിയിൽ സംഭവിക്കും. അതെ, താൻ മേഘാരൂഢനായി വന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുമോ? ദിവ്യാധികളെ, വൻപ് പറയുന്നവരെ, അതെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകുമ്പോൾ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. മൃഗങ്ങളെക്കാൾ മനുഷ്യൻ അധപ്പതിച്ചു കഴിഞ്ഞു. അതേ സ്നേഹിത, അതുകൊണ്ടല്ലയോ
സ്വന്തം പിതാവിന്റെ കയ്യിൽ തന്റെ മകളെ ഏൽപ്പിച്ചിട്ട് മാതാവിന് പോകുവാൻ കഴിയാത്ത കാലം, സ്വന്തം ഭാര്യയെ അതേ ഭർത്താവ് കൊല്ലുന്ന ദിവസം അതല്ലയോ, സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന കാലമല്ലയോ, സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുന്ന സഹോദരിമാർ വാഴുന്ന കാലമല്ലയോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ ലോകം അധപ്പതനത്തിലേക്ക് നീങ്ങി. അന്ത്യനാളത്രേ. ഹിന്ദു പുരാണം പറയുന്നു ഇത് കലിയുഗ കാലമാണെന്ന്. എവിടെയാണ് സമാധാനമുള്ളത്? അതെ, നമ്മൾ പത്രവാർത്തകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സന്ദേശം മാത്രമേ അവിടുള്ളൂ. സ്നേഹിച്ചിരിക്കുന്ന മനുഷ്യനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി പണം സ്വർണം എല്ലാം അവഗണിച്ചിട്ട് പീസുപീസാക്കി അതെ അവരെ കൊന്നുകളയുകയാണ്. നരബലി നടത്തുക സമാധാനത്തിനു വേണ്ടി, നേർച്ച കാഴ്ചകൾ കഴിക്കുക സമാധാനത്തിനു വേണ്ടി, കുരിശു ചുമക്കുക സമാധാനത്തിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കുരിശു ചുമന്നുകൊണ്ട് കാൽവരിയുടെ കുലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ വീണ്ടും എഴുന്നേറ്റും പോയൊരു യേശുവുണ്ട്. അവനെ നീ പിൻപറ്റുക, അവന്റെ കാൽച്ചൂടുകളെ നീ അറിയുക, അവന്റെ രക്ഷയെ കുറിച്ച് നീ അറിഞ്ഞുകൂടുക. അതാണ് ജീവിതത്തിൽ അത് നമുക്ക് ചെയ്യുവാനുള്ളത്. ഈ ഭൂമിയുടെ വരപ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നിന്റെ പേർ വിളിക്കുമ്പോൾ നീ ഇവിടം വിട്ടു പോകണം. അവൻ വിളിക്കും, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരിക. അവൻ വിളിക്കുമ്പോൾ എനിക്കിവിടെ അല്പസമയം കൂടെ നിൽക്കണമെന്ന് നിനക്ക് പറയുവാൻ കഴിയത്തില്ല. മരണത്തോട് നോ പറഞ്ഞ ഒരു ബുദ്ധിമാന്മാരും ഈ ഭൂമിയുടെ വരപ്പിലില്ല. രാജാക്കന്മാരും ചക്രവർത്തിമാരും സൽത്താന്മാരും ഒക്കെ ഭരിച്ച ഭരണം നടത്തിയ ലോകമാണ് നമ്മുടെ ലോകം. അവരൊക്കെ മൺമറഞ്ഞുപോയി. അവരൊക്കെ ഈ ഭൂമിയുടെ വരപ്പിൽ നിന്ന് മൺമറഞ്ഞുപോയി. അവരുടെ ശവകുടീരങ്ങൾ കാട് പിടിച്ചും പായൽ പിടിച്ചും കിടക്കുമ്പോൾ അതേ നസ്രയനായ യേശുവിനെ അടക്കിയ ഒരു കല്ലറയുണ്ട് പാലസ്തീന്റെ മണ്ണിൽ, ഇന്നും തുറന്നു കിടക്കുകയാണ്. തങ്കലിപി കൊണ്ട് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ ചെയ്ത ലോകത്തിൽ ജനിച്ച വ്യക്തിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അതെ, ലോകത്തിന്റെ ബുദ്ധിപരമായി മനുഷ്യന്റെ കഴിവുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തേക്ക് പിറന്നു വീണവനായ യേശു ക്രിസ്തുവിനെ അത്രേ. അവനാണ് യോഗ്യൻ, അവനാണ് ശ്രേഷ്ഠൻ, അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനെ പോലെ ആരുമില്ല. ഇനിയും അവനെ പോലെ ആരും ജനിക്കുകയുമില്ല, ജനിച്ചിട്ടുമില്ല. അതേ ചെയ്ത കണ്ടാൽ ആൾ അറിയാൻ വയ്യാത്ത പോലെ വിരൂപമായത് താങ്കൾക്ക് വേണ്ടിയിട്ടാ. ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ചത്. അതേ ചെയ്ത നീ ഒന്ന് ഓർത്തു നോക്കുക. നിന്റെ സമാധാനം നൽകി തരുവാൻ അവനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് സമാധാനം നൽകി തരുവാൻ കഴിയയില്ല. ലോകത്തിന്റെ സമാധാനമൊക്കെ പോയി. എവിടെയാണ് സമാധാനം? എന്റെ കർത്താവ് വരുമ്പോൾ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും ഒക്കെ ലോകത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. യുദ്ധങ്ങൾ വർഷങ്ങളായി നടക്കുന്ന രാജ്യങ്ങളുണ്ട്. സമാധാനമുണ്ടോ? നമ്മുടെ കൊച്ചു കേരളം വിട്ടുപോയ സമാധാനമുണ്ടോ? നമ്മുടെ കൊച്ചു കേരളത്തെ സമാധാനമുണ്ടോ? മദ്യവും മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ എവിടെയാണ് സമാധാനം? നമ്മുടെ തലമുറകളൊക്കെ മദ്യവും മയക്കുമരുന്നും കഴിച്ച് മനോമത്തനായി തീരുമ്പോൾ